എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്ത്രീകൾക്ക് പ്രസവത്തിന് ഏറ്റവും ചേർന്ന പ്രായം ഏതാണ്? ഇതേക്കുറിച്ച് പഠനം പറയുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ഗർഭധാരണവും പ്രസവവും എല്ലാം ഏറെ സങ്കീർണതകൾ നിറഞ്ഞ ഒന്ന് തന്നെയാണ്. ചിലർക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ ഇതെല്ലാം നടന്നു പോകുമെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കേസുകളുമുണ്ട്. പ്രസവവും ഗർഭധാരണവും കൂടുതലായി സ്ത്രീയുടെ ആരോഗ്യപരമായ ചില കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നുകൂടിയാണ്. ഇതിലൊന്നാണ് സ്ത്രീയുടെ പ്രായം എന്നത്. ഗർഭധാരണത്തിനും പ്രസവത്തിനുമെല്ലാം ഇത് ബാധകമാണ്. ചേർന്ന പ്രായവും ചേരാത്ത പ്രായവും എല്ലാം ഉണ്ട്. ഇതിലൊന്നാണ് പ്രസവ പ്രായവും ഗർഭധാരണ പ്രായവും എല്ലാം തന്നെ. ഇത് സംബന്ധമായ പല പഠനങ്ങളും നടന്നിട്ടുണ്ട്. ഇതിൽ അമ്മയുടെ ഗർഭധാരണ പ്രായവും കുഞ്ഞിന്റെ വൈകല്യങ്ങളും സംബന്ധമായ പല പഠനവും നടന്നിട്ടുണ്ട്. സ്ത്രീകളിൽ കുഞ്ഞുണ്ടാകാൻ പറ്റിയ, അതായത് പ്രസവ പ്രായം ഏതാണെന്ന് ഇത് സംബന്ധമായി നടത്തിയ ഒരു പഠന റിപ്പോർട്ടിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കുഞ്ഞിനുണ്ടാകുന്ന വൈകല്യങ്ങളും അമ്മയുടെ പ്രായവും, അതായത് പ്രസവ പ്രായവും തമ്മിൽ ബന്ധപ്പെടുത്തിയുള്ള റിപ്പോർട്ടുകളായിരുന്നു ഇവ. അതെ, ഈ പഠനത്തിൽ പ്രസവത്തിനുള്ള മികച്ച പ്രായം 23 മുതൽ 32 വയസ്സ് വരെയാണെന്നാണ് പറയുന്നത്. ഈ സമയത്ത് കുഴപ്പങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഏറെ കുറവാണ്. ഇതിനാൽ തന്നെയാണ് ഈ പ്രായം മികച്ചതാകുന്നത്. അതെ, ഇത് സംബന്ധമായ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയായിരുന്നു. ഈ പ്രായത്തിൽ കുഞ്ഞിന് വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെ കുറവാണെന്നാണ് സംബന്ധമായ പഠനം തെളിയിച്ചിട്ടുള്ളത്. അതെ, ഇത് സംബന്ധമായ പഠനങ്ങളിൽ നോൺ ക്രോമസോം തകരാറുകൾ വരാനുള്ള സാധ്യത 22 വയസ്സിൽ താഴെയുള്ള പ്രസവങ്ങളിലും ഗർഭധാരണത്തിലും 20% തെളിഞ്ഞു. നോൺ ക്രോമസോമൽ വൈകല്യങ്ങൾ സംഭവിച്ച 31,128 കേസുകളാണ് പഠനത്തിന് വിധേയമാക്കിയത്. ഇവരിൽ കുഞ്ഞുങ്ങൾക്ക് നാഡീസംബന്ധമായ തകരാറുകളാണ് കണ്ടെത്തിയത്. 20-ൽ താഴെ പ്രായമുള്ള പ്രസവങ്ങളിൽ തകരാറുകൾ ഇതിലും കൂടുതലാണ്. 40കൾക്ക് മേലെ ഗർഭധാരണത്തിൽ കഴുത്ത്, ചെവി, കണ്ണ്, തല സംബന്ധമായ തകരാറുകൾ ഇരട്ടിയാണെന്നും പഠനം വെളിപ്പെടുത്തുകയായിരുന്നു. അതുപോലെ ജനിതക വൈകല്യങ്ങളില്ലാത്തവ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ഇതിൽ അന്തരീക്ഷ സംബന്ധമായ കാരണങ്ങൾ ഉണ്ടാകാം. അന്തരീക്ഷ മലിനീകരണം പോലെയുള്ള കാരണങ്ങളും കുഞ്ഞിന് വൈകല്യങ്ങൾ ഉണ്ടാകാൻ ഇടയാക്കുന്നുണ്ട്. നേരത്തെ നടത്തിയ ഒരു റിസർച്ചിൽ ഡൗൺ സിൻഡ്രോം പോലെയുള്ള ജനിതക വൈകല്യങ്ങളും അമ്മയുടെ പ്രായവും തമ്മിൽ ബന്ധമുണ്ടെന്നും കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച പഠനങ്ങൾ എപ്പോഴും തീർന്നിട്ടില്ലത്രേ. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.